ബിഗ് ബോസ് മലയാളം സീസൺ 7 മൂന്നാഴ്ചകൾക്കുള്ളിൽ അവസാനിക്കും. നിലവിൽ അവശേഷിക്കുന്ന 10 മത്സരാർത്ഥികളിൽ നിന്ന് ആരൊക്കെ ടോപ്പ് 5-ൽ എത്തുമെന്നതാണ് മത്സരാർത്ഥികൾക്കും ഷോയുടെ പ്രേക്ഷകർക്കും ഇപ്പോഴുള്ള കൗതുകം. ഒപ്പം ടിക്കറ്റ് ടു ഫിനാലെ വിജയിക്കുന്നത് ആരാവുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പുമുണ്ട്. ഷോയുടെ 75ാം ദിനമായ ഇന്ന് ബിഗ് ബോസ് വക ഒരു സർപ്രൈസ് എപ്പിസോഡാണ് പ്രേക്ഷകർക്ക് ലഭിച്ചത്. മത്സരാർത്ഥികളെ സംബന്ധിച്ച് അവരെ സമ്മർദ്ദത്തിലാക്കുന്ന ഒന്നും. ഒരു സീക്രട്ട് ടാസ്ക് ആണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്കായി ഇന്ന് നടത്തിയത്. അത് ഏൽപ്പിച്ചതാവട്ടെ കഴിഞ്ഞ വാരം നടന്ന സീക്രട്ട് ടാസ്ക് കുളമാക്കിയ ഷാനവാസിനെയും. ഒരു ടാസ്ക് ലെറ്റർ നൽകാനെന്ന വ്യാജേനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചാണ് ഷാനവാസിനോട് ബിഗ് ബോസ് സീക്രട്ട് ടാസ്കിന്റെ കാര്യം അറിയിച്ചത്. മുൻപ് നടന്ന സീക്രട്ട് ടാസ്കിന് പറ്റി ക്ഷീണം മാറാനുള്ള സുവർണാവസരം എന്ന് പറഞ്ഞ് ഷാനവാസിനെ പ്രചോദിപ്പിക്കുകയും ചെയ്തു ബിഗ് ബോസ്. ഒരു മിഡ് വീക്ക് എവിക്ഷൻ പ്രാങ്ക് ഇന്ന് നടക്കുമെന്നായിരുന്നു ബിഗ് ബോസിന്റെ അറിയിപ്പ്. ഓപ്പൺ നോമിനേഷൻ നടക്കുമെന്നും എല്ലാവരും ചേർന്ന് ഒരാളെ പുറത്താക്കണമെന്നും ബിഗ് ബോസ് ഷാനവാസിനോട് പറഞ്ഞു. ചുരുങ്ങിയത് 6 വോട്ടുകൾ ഒരാൾക്ക് നേടിക്കൊടുത്താൽ ടാസ്ക് വിജയിക്കുമെന്നും ബിഗ് ബോസ് ഓർമ്മിപ്പിച്ചു. ആരെയാണ് പ്രാങ്ക് എവിക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന ചോദ്യത്തിന് ഞൊടിയിടയിൽ ആദിലയുടെ പേരാണ് ഷാനവാസ് പറഞ്ഞത്. സീക്രട്ട് ടാസ്കിലേക്ക് ഒരു സഹായ വയ്ക്കാമെന്നും അത് ആരാവണമെന്നാണ് താല്പര്യമെന്നുമുള്ള ചോദ്യത്തിന് അക്ബർ എന്നാണ് ഷാനവാസ് മറുപടി പറഞ്ഞത്. കാര്യം പ്രാങ്കാണെന്ന കാര്യം അക്ബറിനോട് മാത്രമാണ് ഷാനവാസ് പറഞ്ഞത്. ആദിലയ്ക്കെതിരെ വോട്ട് ചെയ്യുന്ന കാര്യം നെവിനെയും ആര്യനെയും അക്ബർ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. സാബുമാൻ, ലക്ഷ്മി എന്നിവരോട് ഷാനവാസ് തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. പിന്നാലെ മുഴുവൻ മത്സരാർത്ഥികളെയും ലിവിംഗ് ഏരിയയിലേക്ക് വിളിപ്പിച്ച് മിഡ് വീക്ക് എവിക്ഷന്റെ കാര്യം ബിഗ് ബോസ് അവതരിപ്പിച്ചു. ആദില പുറത്തായതായും പ്രധാന വാതിലിലൂടെ പുറത്തേക്കിറങ്ങാമെന്നും ബിഗ് ബോസ് അറിയിച്ചു. ഇത് പ്രകാരം മുൻവാതിലിന് മുന്നിൽ ആദില എത്തുന്നതിന് മുൻപ് തന്നെ വാതിൽ തുറന്നിരുന്നു. എന്നാൽ അധികം വൈകാതെ ബിഗ് ബോസിന്റെ അറിയിപ്പുമെത്തി. ആദില മടങ്ങി വരിക. അവിശ്വസനീയതയോടെയും അമ്പരപ്പോടെയും ആദില ഹൗസിലേക്ക് തിരിച്ചു നടന്നു. ഇതുപോലുള്ള കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.